നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ കാലവർഷം ശക്തമായാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം മഴ മണിക്കൂറുകളോളമാണ് വിട്ടുനിന്നത്. രാത്രിയിൽ ദീർഘമായ മഴ ഇടവേളകളുണ്ടായി. എന്നാൽ രാത്രി വൈകി മഴ വീണ്ടും ശക്തമാവുകയായിരുന്നു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. അന്തരീക്ഷത്തിന്റെ വിവിധ ഉയരങ്ങളിൽ കാറ്റിന്റെ ഗതിയിൽ വ്യത്യാസമുണ്ടായതിനാൽ കനത്ത മഴ കുറയാനാണ് സാധ്യതയെന്നാണ് നിരീക്ഷണം. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കഴിഞ്ഞ ദിവസം കരകയറിയ ന്യൂനമർദ്ദം നിലവിൽ ബംഗ്ലാദേശിന് മുകളിലാണ്. ഇതിന്റെ സ്വാധീനം ഇപ്പോൾ കേരളത്തിലില്ല. സാധാരണ കാലവർഷത്തിന്റെ സ്വാധീനം മാത്രമാണ് കാണാൻ കഴിയുന്നത്. കാലവർഷത്തിനൊപ്പം 2 ന്യൂനമർദ്ദങ്ങൾ ഒരേ സമയം എത്തിയതാണ് കേരളത്തിൽ 68 കിലോമീറ്റർ വരെ വേഗതയിൽ ചുഴലിക്കാറ്റ് വീശിയടിക്കാനിടയാക്കിയത്. കാലവർഷത്തിനും ന്യൂനമർദ്ദത്തിനുമൊപ്പം കേരളത്തിൽ സാധാരണയായി പരമാവധി 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ മാത്രമാണ് കാറ്റ് വീശിയിരുന്നത്. എന്നാൽ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി 2 ന്യൂനമർദ്ദങ്ങൾ ഏതാണ്ട് ഒരേ സമയം രൂപപ്പെട്ടതോടെയാണ് കാറ്റിന്റെ വേഗം ഉയർന്നത്. പിന്നീട് ചുഴലിക്കാറ്റായി പലയിടത്തും വ്യാപക നാശനഷ്ടങ്ങൾ ഇടയാക്കുകയായിരുന്നു. അടുത്ത 2 ദിവസത്തിനകം കേരളത്തിൽ മഴയുടെയും കാറ്റിന്റെയും ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 60 മുതൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ച കാറ്റിന്റെ ശക്തി കഴിഞ്ഞ ദിവസം മുതൽ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ഒരവസരത്തിൽ 68 കിലോമീറ്റർ വരെ കാറ്റിന് വേഗത കൈവരിച്ചിരുന്നതായും നിത കെ ഗോപാൽ പറയുന്നു. ഇത്തവണ കാറ്റാണ് കേരളത്തിൽ വ്യാപക നാശനഷ്ടം ഉണ്ടാക്കിയതെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ പറയുന്നത്. അതിസാധാരണമായി വീശിയടിക്കുന്ന കാറ്റിൽ മരങ്ങൾ കടപുഴകിയും നിർമ്മാണ സാമഗ്രികൾ പറന്നുപോയും പലയിടത്തും ദുരന്തങ്ങൾക്കും മരണത്തിനും ഇടവച്ചിരുന്നു. ഇതിനിടെ ജലനിരപ്പ് പലയിടങ്ങളിലും വർദ്ധിച്ചു. എന്നാൽ ഇതുവരെ പ്രളയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം സർക്കാരും റവന്യൂ വകുപ്പും വിലയിരുത്തിയത്. സംസ്ഥാനത്ത് മഴ ശക്തിയായി തുടരുന്ന സാഹചര്യമുണ്ടെങ്കിലും പ്രളയ സാധ്യത ഇതുവരെ പ്രവചിച്ചിട്ടില്ല എന്നാണ് മന്ത്രി കെ രാജൻ പ്രതികരിച്ചത്. ഒരു കാരണവശാലും ഡാമുകളിൽ വെള്ളം നിർത്തരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി വെള്ളം തുറന്നുവിടാനുള്ള അവസ്ഥ ഉണ്ടാക്കരുതെന്നും നിർദ്ദേശം നൽകിയതായി കെ രാജൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും നേതൃത്വത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. 7 വീടുകൾ പൂർണ്ണമായി തകർന്നിരുന്നു. 181 വീടുകൾ ഭാഗികമായാണ് തകർന്നത്. റിപ്പോർട്ട് ചെയ്യാൻ ഇനിയും ധാരാളം അപകടങ്ങളുണ്ട്. നിലവിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമാകും. ഉച്ചയ്ക്ക് ശേഷം തീവ്ര ന്യൂനമർദ്ദം കരയിൽ പ്രവേശിക്കും. വരുന്ന ദിവസങ്ങളും ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. ജൂൺ 5 വരെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. 6 മുതൽ 12 വരെ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴയായിരിക്കും ലഭിക്കുക. പൊന്മുടിയിൽ മണിക്കൂറിൽ 54 കിലോമീറ്റർ, പൊന്മുടി 44, റാന്നി 44 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശി. മഴയ്ക്കൊപ്പം കാറ്റ് വീശുന്നതും വലിയൊരു ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. സംസ്ഥാനത്ത് 66 ക്യാമ്പുകൾ നിലവിൽ തുറന്നിട്ടുണ്ട്. 1894 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. 6 ലക്ഷത്തോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന 4000-ഓളം ക്യാമ്പുകൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രകാരം അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അധികാരം പഞ്ചായത്ത് സെക്രട്ടറിമാർ വിനിയോഗിക്കണം. തോട്ടപ്പള്ളി സ്പിൽവേയുടെ 36 ഷട്ടറുകൾ തുറന്നിരുന്നു. തണ്ണീർമുക്കത്തും എല്ലാ ഷട്ടറുകളും തുറന്നു. അന്ധകാര നാഴിയിൽ 20 ഷട്ടറുകളിൽ 7 എണ്ണമാണ് തുറന്നത്. സംസ്ഥാനത്ത് മഴ കുറയാൻ തന്നെയാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരും പറയുന്നത്. ഇന്നു മുതൽ അലർട്ടുകൾക്കും കുറവുണ്ട്. ഇനി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നത്. മഴക്കെടുതികൾ സംസ്ഥാനത്ത് രൂക്ഷമാവുകയാണ്. ഒരാഴ്ചക്കിടെ 27 പേർ മരിച്ചതായാണ് കണക്കുകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കാറ്റിലും മഴയിലും വൻതോതിൽ കൃഷിനാശവും വീടുകൾ തകരുകയും ചെയ്തു. KCBക്കും കോടികളുടെ നഷ്ടങ്ങളുണ്ടായി. എന്നാൽ കഴിഞ്ഞ ദിവസത്തോടെ കാറ്റിന് ശക്തി കുറഞ്ഞതായി കാലാവസ്ഥാ പ്രവചനമുണ്ട്. ഇന്നലെ മുതൽ കാറ്റിനെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുറഞ്ഞു. കേരളത്തിൽ കാറ്റ് ഗണ്യമായി കുറഞ്ഞുവെന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തു കുതിർന്ന പ്രദേശങ്ങളും ജലനിരപ്പ് ഉയർന്ന ജലാശയങ്ങളും ഇപ്പോൾ പെയ്യുന്ന മഴയിൽ സജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിനാൽ കിഴക്കൻ മലയോര മേഖലകളിലുള്ള രാത്രികാല യാത്രകളും പുഴകളുടെയും മറ്റും തീരത്ത് താമസിക്കുന്നവരും ജാഗ്രത തുടരണം. മഴ കുറഞ്ഞത് കുറച്ച് ദിവസം കൂടി ഇത്തരത്തിലുള്ള ജാഗ്രത ആവശ്യമാണ്. ശക്തമായ മഴ തുടർന്നാൽ സ്കൂൾ തുറക്കുന്നത് മാറ്റുന്ന കാര്യം മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. ഇന്നലത്തെയും നാളത്തെയും കാലാവസ്ഥ നോക്കിയതിനു ശേഷം സ്കൂൾ തുറക്കുന്നതിൽ മാറ്റം വേണോ എന്ന് തീരുമാനിക്കും. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നതിന് ജൂൺ 2 തന്നെയാണെന്നാണ് നിലവിലുള്ള തീരുമാനമെന്ന് മന്ത്രി പറയുന്നു. സ്കൂളുകളിൽ അടിസ്ഥാന വികസന സൗകര്യത്തിനായി കഴിഞ്ഞ കുറെ നാളുകളായി ചെലവഴിച്ച 5000 കോടി രൂപ ഫലം കണ്ടെന്നും 14000 സ്കൂൾ കെട്ടിടങ്ങളിൽ ഒന്നിനു പോലും ശക്തമായ കാറ്റിലും മഴയിലും കേടുപാടുകൾ പറ്റിയില്ലെന്നും മന്ത്രി പറഞ്ഞു. പണ്ടൊക്കെ കാറ്റടിക്കുമ്പോൾ ആദ്യം തകർന്നു വീഴുന്നത് സ്കൂളിലെ ഷെഡുകളായിരുന്നുവെന്നും എന്നാൽ ഇന്ന് സ്കൂളിൽ ഷെഡുകൾ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. ഹൈസ്കൂൾ സമയക്രമത്തിലെ മാറ്റത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ചില അധ്യാപക സംഘടനകൾ തന്നെയാണെന്നും ആദ്യം തീരുമാനിച്ചത് 110 ദിവസവും 120 ദിവസവുമായിരുന്നു. എന്നാൽ അത് കൂടിപ്പോയി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് അധ്യാപക സംഘടനകളാണെന്നും തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം കമ്മീഷനെ നിയോഗിക്കുകയായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി.
ഇതിനിടെയും വിഴിഞ്ഞത്ത് കാണാതെ 9 മത്സ്യത്തൊഴിലാളികൾക്ക് തിരച്ചിൽ തുടരുകയാണ്. കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയുടെ വടക്കൻ മേഖലയിലും കണ്ണൂരിലും പലയിടത്തും പ്രളയ സമാനമായ സാഹചര്യമാണുള്ളത്. കണ്ണൂർ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിലാണ്. വീടുകളിൽ വെള്ളം കയറുന്നതിനെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിലായി നിരവധി കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. മഴയെ തുടർന്ന് വന്ദേഭാരത് അടക്കം 4 ട്രെയിനുകൾ വൈകി ഓടുകയാണ്. മരങ്ങൾ വീണതിനെ തുടർന്ന് പലയിടത്തും റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.